ഇറാനിലെ എല്ലാ നഗരങ്ങളിലേക്കും പ്രക്ഷോഭം വ്യാപിച്ചു കഴിഞ്ഞു. സ്വകാര്യ വാഹനങ്ങൾ, ബസ്സുകൾ ഉൾപ്പെടെ പൊതുവാഹനങ്ങൾ, സർക്കാർ കെട്ടിടങ്ങൾ എല്ലാം അഗ്നിക്ക് ഇരയാക്കുകയാണ് പ്രക്ഷോഭകർ. പശ്ചിമേഷ്യൻ മേഖലയിലേക്ക് അമേരിക്ക കൂടുതൽ പോർ വിമാനങ്ങൾ അയച്ചതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഇറാനിലെ സ്ഥിതിഗതികൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കിയിരിക്കുന്നത്. പ്രക്ഷോഭത്തിന് പിന്നിൽ അമേരിക്ക ഉൾപ്പെടെ പുറം ശക്തികളാണ് എന്നും ഇറാനെ അസ്ഥിരപ്പെടുത്തുകയാണ് ശത്രുക്കളുടെ ലക്ഷ്യമെന്നും പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖാനെ കുറ്റപ്പെടുത്തി. പ്രതിഷേധക്കാർ അമേരിക്കൻ ട്രംപിന് വേണ്ടി പ്രവർത്തിക്കുകയാണ് എന്നും ഖാനെ പറഞ്ഞു. പ്രതിഷേധം വ്യാപിക്കുന്നത് തടയാൻ രാജ്യത്താകമാനം ഇന്റർനെറ്റ് വിച്ഛേദിച്ചിരിക്കുകയാണ് ഇറാൻ ഭരണകൂടം. സാമ്പത്തിക പ്രതിസന്ധിയും വിലക്കയറ്റവും ഉയർത്തിക്കാട്ടിയാണ് ഇറാനിൽ പ്രക്ഷോഭം ആരംഭിച്ചത്. അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധം കാരണമാണ് ഇറാനിൽ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാവാനുള്ള പ്രധാനപ്പെട്ട കാര്യം. കൃത്യമായി തന്നെ നമുക്ക് ഈ വിഷയം പഠിക്കണം. അതിന് പോകാം ഗ്രാഫിക്സിലേക്ക്. നോക്കൂ, ഈ ഇറാനിൽ പ്രക്ഷോഭം കനക്കുകയാണ്. അപ്പോൾ അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് വിമാന സർവീസുകളടക്കം മുടങ്ങി എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. രാജ്യത്തിനകത്തേക്കും പുറത്തേക്കുമുള്ള വിമാന സർവീസുകൾ ഇതിനോടകം തന്നെ മുടങ്ങിക്കഴിഞ്ഞു. നിരവധി വിദേശ കമ്പനികളും ഇറാനിലേക്ക് തിരിച്ചുമുള്ള വിമാന സർവീസുകൾ നിർത്തുകയും ചെയ്തു. ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള ഡസൻ കണക്കിന് സർവീസുകളും റദ്ദാക്കപ്പെട്ടവയിൽ ഉൾപ്പെടുന്നു എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന മറ്റൊരു വസ്തുത. വിവിധ നഗരങ്ങളിൽ പ്രക്ഷോഭം ശക്തമാണ്. തെഹ്റാൻ ഉൾപ്പെടെയുള്ള വിവിധ നഗരങ്ങളിൽ കനത്ത പ്രക്ഷോഭമാണ് ഇപ്പോഴും നടക്കുന്നത്. രാജ്യത്തിന്റെ അകത്തേക്കും പുറത്തേക്കുമുള്ള വിമാന സർവീസുകൾ ഈ പ്രക്ഷോഭത്താൽ മുടങ്ങുകയും ചെയ്തു. കെർമൻഖാഹിൽ നടന്ന കലാപ സംഭവത്തിൽ ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡിലെ 8 അംഗങ്ങൾ കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ട് പുറത്തുവരുന്നത്. ഇറാനിലെ സ്ഥിതിഗതികൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണ് എന്നാണ് US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കുന്നത്. അതിന് പിന്നിൽ അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടായെന്ന തരത്തിലുള്ള, അതായത് ഈ പ്രക്ഷോഭത്തിന് പിന്നിൽ അമേരിക്കയുടെ വലിയ തരത്തിലുള്ള ഇടപെടൽ ഉണ്ടായെന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഒരു കോണിൽ ശക്തവുമാണ്. ഈ പ്രക്ഷോഭത്തിന് അതിന്റെ അടിസ്ഥാനപരമായ കാരണം വിലക്കയറ്റമാണ്. അതായത് വിലക്കയറ്റവും സാമ്പത്തിക പ്രതിസന്ധിയും കാരണം 10 ദിവസത്തിലേറെയായി തുടരുന്ന ഇറാനിലെ പ്രക്ഷോഭം കൂടുതൽ അക്രമാസക്തമാവുകയും കൂടുതൽ നഗരങ്ങളിലേക്ക് അത് വ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ്. സ്വകാര്യ വാഹനങ്ങൾ, മെട്രോ, ഫയർ ട്രക്കുകൾ, ബസ്സുകൾ ഉൾപ്പെടെ നിരവധി പൊതുവാഹനങ്ങളും അഗ്നിക്കിരയാക്കിയതായതാണ് സ്റ്റേറ്റ് ടിവിയുടെ റിപ്പോർട്ട്. ഇറാനിലെ ഒട്ടുമിക്ക പ്രവിശ്യകളെയും ഈ പ്രക്ഷോഭം കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. ഇവിടെയാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബുദ്ധി കേന്ദ്രം അമേരിക്കയും, അതായത് ഈ പ്രക്ഷോഭത്തിന് പിന്നിലുള്ള ഒരു ബുദ്ധി കേന്ദ്രം അത് ഡൊണാൾഡ് ട്രംപ് ആണോ എന്നുള്ള വിമർശനം വരാനുള്ള കാരണം. അതിന് കാരണമുണ്ട്. പ്രേക്ഷകർ ഇപ്പോൾ ചോദിക്കും, ഡീകോഡ് എന്തുകൊണ്ടാണ് ഇതിന്റെ ബുദ്ധി കേന്ദ്രം അമേരിക്കയാണ് എന്ന് പറയാനുള്ള കാരണം എന്താണെന്നായിരിക്കും ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത്. അതിലേക്ക് തന്നെയാണ് ഞാൻ വരുന്നത്. പശ്ചിമേഷ്യൻ മേഖലയിലേക്ക് അമേരിക്ക കൂടുതൽ പോർ വിമാനങ്ങൾ അയച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. ഇറാനിലെ സ്ഥിതിഗതികൾ സസൂക്ഷ്മം നിരീക്ഷിച്ചു വരികയാണെന്ന അമേരിക്കൻ സെൻട്രൽ കമാൻഡിന്റെ പ്രസ്താവനയും ഇതിൽ കൂടുതൽ ശരിവെക്കുന്നതുമാണ്. പ്രക്ഷോഭത്തിന് പിന്നിൽ അമേരിക്ക ഉൾപ്പെടെ പുറം ശക്തികൾക്ക് കൃത്യമായ പങ്കുണ്ട് എന്നാണ് പരമോന്നത നേതാവ് പറഞ്ഞിരിക്കുന്നത്. ഇറാനെ അസ്ഥിരപ്പെടുത്തുകയാണ് ശത്രുക്കളുടെ ലക്ഷ്യമെന്നും പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖാനെ കുറ്റപ്പെടുത്തുന്നു. പ്രതിഷേധക്കാർ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പ്രതിഷേധം വ്യാപിക്കുന്നത് തടയാൻ രാജ്യത്താകമാനം തന്നെ ഇന്റർനെറ്റ് വിച്ഛേദിച്ചിരിക്കുകയാണ് നിലവിൽ ഇറാൻ ഭരണകൂടം. മറ്റൊരു കാര്യം, മധ്യേഷ്യയിൽ യുദ്ധസന്നാഹങ്ങളുമായി അമേരിക്ക രംഗത്തെത്തി എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഇറാനിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ തുടരുന്നതിനിടെ മധ്യേഷ്യയിൽ യുദ്ധസന്നാഹങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് അമേരിക്ക. ഇറാനെ ആക്രമിക്കാൻ പദ്ധതിയിടുന്നതായിട്ടുണ്ട് അഭ്യൂഹങ്ങൾ പരക്കുന്നുണ്ട്. ഇതെത്രമാത്രം ശരിയാണെന്നും അറിയില്ല. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരം മിഡിൽ ഈസ്റ്റിൽ കമാൻഡുകളെ വിന്യസിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇറാനിയൻ സുരക്ഷാ വൃത്തങ്ങളിൽ വലിയ തരത്തിലുള്ള ആശങ്കകളാണ് ഇതിൽ പറയപ്പെടുന്നത്. ആ ആശങ്കയ്ക്ക് വഹിയുമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ US ഡെൽറ്റ ഫോഴ്സ് കമാൻഡോകൾ തെഹ്റാനിൽ ഉണ്ട് എന്നുള്ള ഒരു സ്ഥിരീകരണമാണ്. അതായത് വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മദൂറോയെ പിടികൂടാൻ
നേരത്തെ നിയോഗിക്കപ്പെട്ടിരുന്ന അതേ അമേരിക്ക ഡെൽറ്റ ഫോഴ്സ് കമാൻഡോകളാണ് ഇപ്പോൾ തെഹ്റാന് സമീപം തമ്പടിച്ചു എന്ന സൂചനകൾ ലഭിക്കുന്നത്. അമേരിക്കൻ വ്യോമസേനയുടെ ഏറ്റവും വലിയ ചരക്ക് വിമാനമായ C-5ഉം C-17ഉം മറ്റു യുദ്ധവിമാനങ്ങളും ആകാശത്ത് വെച്ച് ഇന്ധനം നിറയ്ക്കാനായി ഉപയോഗിക്കുന്ന ടാങ്കറുകളും മധ്യേഷ്യയെ ലക്ഷ്യം വെച്ച് നീങ്ങിയിട്ടുണ്ട് എന്ന് സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇതിനോടകം തന്നെ കഴിഞ്ഞ ആഴ്ച മുതൽ ഇറാനിലെ 31 പ്രവിശ്യകളിലായി 348-ലധികം സ്ഥലത്തിലേക്കാണ് പ്രതിഷേധങ്ങൾ വ്യാപിച്ചിരിക്കുന്നത്. ഇത് ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ന്യൂസ് ഏജൻസിയുടെ ബുധനാഴ്ചത്തെ റിപ്പോർട്ടാണ്. അവരുടെ റിപ്പോർട്ട് അനുസരിച്ച് ഇതുവരെ 2200-ലധികം അറസ്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ നാശനഷ്ടങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളോ അറസ്റ്റ് കണക്കുകളോ ഇറാൻ ഉദ്യോഗസ്ഥർ പുറത്തുവിട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. ഈ വിഷയം കൃത്യമായി തന്നെ നമുക്ക് പരിശോധിക്കണം. നമുക്ക് BK സുഗേലും കൂടെ ഈ ഘട്ടത്തിൽ ചേരുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും. BK സുഗേൽ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമായും അവിടെ നടക്കുന്ന ഒരു രാജ്യത്തെ പ്രാദേശികമായി നടക്കുന്ന പ്രക്ഷോഭത്തെ, ആ പ്രക്ഷോഭത്തിൽ വിദേശ ശക്തികളുടെ ഇടപെടലുണ്ടായി എന്ന് തെളിയിക്കപ്പെടുന്ന പല തെളിവുകളും പുറത്തു വന്നിട്ടുണ്ട്, പല റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. അത്തരത്തിൽ വലിയ വിമർശനങ്ങൾ അമേരിക്കയ്ക്കെതിരെ, ട്രംപിനെതിരെയൊക്കെ ഉയർന്നു വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇപ്പോൾ നിലവിലത്തെ സ്ഥിതി എന്താണ്? ശരിക്കും എന്തിനു വേണ്ടിയാണ് ഈ പ്രക്ഷോഭം? BK സുഗേൽ. അജി, സമീപകാലത്ത് ഇറാൻ കണ്ട ഏറ്റവും വലിയ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭമായി ഇപ്പോഴത്തെ പ്രക്ഷോഭം മാറുന്നു. 2 ആഴ്ചയായി ഈ പ്രക്ഷോഭം തുടങ്ങിയിട്ട് ഇപ്പോൾ അത് തെഹ്റാൻ വിട്ട് എല്ലാ ഭാഗത്തേക്കും, എല്ലാ നഗരങ്ങളിലേക്കും അത് പടർന്ന് പന്തലിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. സർക്കാർ സ്ഥാപനങ്ങൾക്ക് തീയിടുന്നു, അതേപോലെ തന്നെ സ്വകാര്യ വാഹനങ്ങൾക്കും പൊതുവാഹനങ്ങൾക്കും തീയിടുന്നു, അതേപോലെ തന്നെ അക്രമാസക്തമാകുന്നു. നിരവധി പേർ ഇതിനകം കൊല്ലപ്പെട്ടു കഴിഞ്ഞു. ഇതൊക്കെ സംഭവിക്കുമ്പോൾ ഈ ഇറാനിലെ ഇപ്പോൾ നടക്കുന്ന പ്രക്ഷോഭത്തെ നമുക്ക് 2 തലത്തിൽ വീക്ഷിക്കേണ്ടി വരും. ഒന്ന്, സ്വാഭാവികമായും അവിടെ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. റിയാലിൻ്റെ നിലവിലുള്ള അതിൻ്റെ മൂല്യം ഇടിഞ്ഞിടിഞ്ഞിടിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒരു സാധാരണ ആളുകൾക്ക് ഒരു ദിവസത്തെ സാധനം വാങ്ങാൻ പോലും ചാക്കിൽ പണം കെട്ടിക്കൊണ്ടു പോകേണ്ട അത്രയും ഗതികെട്ട നിലയിലേക്ക് അവിടെ ഉള്ള സാമ്പത്തിക സ്ഥിതി മാറിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇതിൻ്റെ പിന്നിൽ സർക്കാരാണ് എന്നുള്ള തലത്തിൽ തന്നെയാണ് ഇപ്പോഴത്തെ ഈ പ്രക്ഷോഭം മുന്നോട്ട് പോകുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഈ പ്രക്ഷോഭം ആരംഭിച്ചെങ്കിലും ഇപ്പോൾ അതിൻ്റെ മുദ്രാവാക്യങ്ങൾക്കാകെ മാറുകയാണ്. അത് ഒരു റിജൈം ചേഞ്ച്, നിലവിലുള്ള ഭരണ സംവിധാനമാകെ മാറണം എന്നുള്ള ഒരു തലത്തിലേക്ക് ഒരു മുദ്രാവാക്യം അത് മാറുന്നു. പ്രത്യേകിച്ചും ഷിയ ഭരണകൂടമാണ്, ആയത്തുള്ള അലി ഖാംനായിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഭരണക്രമമാണ് അവിടെയുള്ളത്. അത് മാറണം എന്നാണ് ഈ പ്രക്ഷോഭകരെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ മറ്റൊരു തലത്തിൽ നോക്കുകയാണെങ്കിൽ ആരാണ് ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണക്കാർ എന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ സർക്കാരിനെ മാത്രം അക്കാര്യത്തിൽ കുറ്റപ്പെടുത്താൻ സാധിക്കില്ല. അത് കൃത്യമായ ഒരു ആസൂത്രണത്തിൻ്റെ ഭാഗമായി ഇറാനെ തകർക്കുക എന്ന പാശ്ചാത്യ ഗൂഢാലോചനയുടെ ഭാഗമായി തന്നെ ഉണ്ടായിട്ടുള്ളതാണ്. പശ്ചിമേഷ്യയിലെ ഇസ്രായേലിന് ഏറ്റവും കൂടുതൽ ഭീഷണി ഉയർത്തുന്ന രാജ്യമാണ് ഇറാൻ എന്ന് നമുക്കറിയാം. ഇറാനും ഇസ്രായേലും തമ്മിലുള്ള ഒരു ചരിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ 1970-കൾക്ക് മുമ്പ്, കൃത്യമായി പറഞ്ഞാൽ ഇസ്രായേൽ രൂപീകരിക്കപ്പെടുന്ന സമയത്ത് ആദ്യമായി ഇസ്രായേലിനെ അംഗീകരിച്ച പശ്ചിമേഷ്യയിലെ രാജ്യങ്ങളിൽ ഒന്ന് ഇറാനായിരുന്നു. അതിനുശേഷം ഇറാനിലുള്ള എല്ലാ കാര്യങ്ങളിലും, ആഭ്യന്തര കാര്യങ്ങളിലും അന്താരാഷ്ട്ര കാര്യങ്ങളിലും ഇടപെടാൻ മൊസാദിന്, ഇസ്രായേലിന് സമ്പൂർണ്ണമായി അത് തുറന്നു കൊടുക്കുന്ന ഒരു ഷാ ഭരണകൂടത്തെ നമ്മൾ കാണുന്നു. അപ്പോൾ അതിനെതിരായിട്ടുള്ള വലിയൊരു വികാരത്തിൻ്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ അവിടെ 1970-കളിൽ ഖുമൈനിയുടെ നേതൃത്വത്തിൽ ഇസ്ലാമിക വിപ്ലവം ഉണ്ടാകുന്നത്. അങ്ങനെയാണ് അവിടെ നിന്നും ഇസ്രായേലിനെ ആട്ടിയൊടിക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങൾക്ക്, ബ്രിട്ടൻ്റെയും അമേരിക്കയുടെയും താല്പര്യങ്ങൾ അവിടെ കുഴിച്ചു മൂടപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ആ ഘട്ടത്തിൽ അമേരിക്കയെയും അതേപോലെ തന്നെ ഇസ്രായേലിനെയും ഓടിച്ച ഒരു രാജ്യം എന്ന നിലയിൽ ഇറാനിൽ ആ ഒരു ഷിയ ഭരണകൂടത്തെ അട്ടിമറിക്കുക എന്നുള്ളത് അന്ന് മുതൽ ഇസ്രായേലും അമേരിക്കയും പാർത്തിരിക്കുന്ന, അതേപോലെ തന്നെ സ്വപ്നം കണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ആ കാര്യത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എന്നുള്ള സൂചനയാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ നൽകുന്നത്. അത് എത്രത്തോളം സാധ്യമാണ്, എത്രത്തോളം അടുത്താണ് എന്നുള്ളത് കുറിച്ചുള്ള ചർച്ചയാണ് ഇപ്പോൾ ആരംഭിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഇസ്രായേലിൻ്റെ അസ്തിത്വത്തെ ഞങ്ങൾ നിരാകരിക്കുന്നു എന്നും സ്വതന്ത്രമായ ഒരു ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കപ്പെടണം എന്നും അവരുടെ ആത്യന്തികമായ ലക്ഷ്യമായി എഴുതി വച്ചിട്ടുള്ള ഒരു ഭരണകൂടമാണ് ഇറാനിലെ ഭരണകൂടം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു കാലത്ത് ഈ ഒരു ഭരണക്രമത്തിൽ ഏറെക്കുറെ സ്വസ്ഥമായി ജീവിച്ചിരുന്ന, സന്തോഷിച്ചിരുന്ന ഒരു ജനതയായിരുന്നു ഇറാനിലുണ്ടായിരുന്നെങ്കിൽ, പക്ഷേ ഇപ്പോൾ
വലിയൊരു ഡെമോഗ്രാഫിക് ചേഞ്ച് അവിടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. 9 കോടിയോളം മനുഷ്യരാണ് അവിടെ ഉള്ളതെങ്കിൽ അതിൽ ഭൂരിഭാഗവും 30 വയസ്സിന് താഴെയുള്ള ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക വിപ്ലവമോ അതല്ലെങ്കിൽ ഖുമൈനിയോ അല്ലെങ്കിൽ അന്നത്തെ ഇസ്രായേലും അമേരിക്കയുമായുള്ള ഏറ്റുമുട്ടലോ ഒന്നുമല്ല അവരുടെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ. അവരെ സംബന്ധിച്ചിടത്തോളം അവർ പാശ്ചാത്യ ലോകത്തേക്ക് നോക്കുന്നു. പാശ്ചാത്യ ലോകത്തുള്ള സോക്കോൾഡ് ജനാധിപത്യത്തെക്കുറിച്ചും അതേപോലെ തന്നെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും അവർ വാചാലരാകുന്നു. ആ തരത്തിലുള്ള ഒരു സ്വാതന്ത്ര്യവും ജനാധിപത്യവുമൊക്കെയുള്ള ഒരിടമായി ഇറാൻ മാറണമെന്ന് ചിന്തിക്കുന്ന ഒരു ജനവിഭാഗം ഇറാനിൽ സ്വാഭാവികമായും ഉയർന്നു വരുന്നുണ്ട്. ആ ജനവിഭാഗത്തെ പരമാവധി കത്തി ആളിക്കാൻ കഴിയാവുന്ന പ്രചാരണങ്ങൾ സ്വാഭാവികമായും സിഐയുടെയും മൊസാദിൻ്റെയും ഏജന്റുമാർ വൻതോതിൽ ഇറാനിൽ ഇറങ്ങിക്കളിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അവരുടെ പ്രസിഡന്റിനെയും വിദേശകാര്യമന്ത്രിയെയും അവിടേക്കെത്തി അവരുടെ പ്രധാനപ്പെട്ട ഗസ്റ്റ് ഹമാസിന്റെ മേധാവിയെയും വരെ വധിക്കാൻ പറ്റാവുന്ന തരത്തിലേക്ക് അവരുടെ ഭരണക്രമങ്ങളിൽ തന്നെ ഇപ്പോൾ മൊസാദ് നിറങ്ങുകയായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അപ്പോൾ അതിനുവരെ സാധ്യമാവുമെങ്കിൽ സാധാരണ ജനങ്ങൾക്കിടയിൽ സിഐയുടെയും മൊസാദിൻ്റെയും ഏജന്റുമാർ വൻതോതിൽ എത്രയോ കാലങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പല തവണ അവിടെ ഭരണവിരുദ്ധ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോഴെല്ലാം അത് അങ്ങനെ കെട്ടുപോകുന്ന കാഴ്ചയായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ പ്രക്ഷോഭത്തെ പരമാവധി അടിച്ചമർത്താതെ സാധാരണക്കാർ കൊല്ലപ്പെടാതെ എങ്ങനെ നോക്കാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോഴത്തെ പെസഷ്കിയാൻ ഭരണകൂടത്തിൻ്റെ ഒരു സ്ട്രാറ്റജി. പക്ഷേ അതിനെയും മറികടന്നുകൊണ്ട് പലയിടങ്ങളിലും ഇത് അക്രമാസക്തമാകുന്നു. ഈ ഭരണകൂടം മാറിയേ തീരൂ എന്ന് അവർ വാദിച്ചുകൊണ്ടിരിക്കുന്നു. ആ തരത്തിൽ ഇത് വികസിക്കുമ്പോൾ എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകുക എന്നുള്ള കാര്യത്തിൽ നമുക്ക് കൃത്യമായിട്ടൊരു കാര്യം പറയാൻ സാധിക്കില്ല. വെനസ്വേലയിൽ ചെയ്തതുപോലെ തന്നെ നിക്കോളാസ് മദുറോയെ പൊക്കിയതുപോലെ ഇവിടെയുള്ള ഭരണകൂടത്തെ അല്ലെങ്കിൽ ഇവിടുത്തെ ഭരണാധികാരികളെ മാറ്റിസ്ഥാപിക്കാൻ അമേരിക്ക തയ്യാറാകുമോ? അങ്ങനെ പശ്ചിമേഷ്യയിൽ പുതിയൊരു യുദ്ധക്കളമായി മാറുമോ? വലിയ വെല്ലുവിളികളാണ് ആയത്തുള്ള അലി ഖാംനായി ഒക്കെ നടത്തുന്നത്. ഇവിടേക്ക് വന്നാൽ അതിന് തിക്തഫലം അനുഭവിക്കുമെന്ന് ഖാംനായി പറയാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. എന്ന് മാത്രമല്ല ഇതിന് പിന്നിൽ അമേരിക്കയും ഇസ്രായേലുമാണെന്ന് വളരെ വ്യക്തമായി തന്നെ ആയത്തുള്ള അലി ഖാംനായി വ്യക്തമാക്കുകയും അത് ആളുകളോട് പറയുകയും ഇപ്പോൾ ഈ പ്രക്ഷോഭത്തിന് പിന്നിൽ കളിക്കുന്നവരെല്ലാം ട്രംപിൻ്റെ കളിപ്പാവകളാണ് എന്ന് പറയുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പലതവണ പല ഭീഷണികളും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കാണുന്നു. ഈ പ്രക്ഷോഭരെ കൊന്നുകഴിഞ്ഞാൽ ട്രംപ് തങ്ങളുടെ സൈന്യത്തെ അങ്ങോട്ട് അയക്കും എന്ന്, അമേരിക്കയുടെ സൈന്യത്തെ അങ്ങോട്ട് അയക്കുമെന്ന് ട്രംപ് പറയുന്നു. അങ്ങനെ വാക്യുദ്ധങ്ങൾ കനക്കുകയാണ്. അതേപോലെ തന്നെ തെരുവുകളിൽ വലിയ പ്രതിഷേധത്തെ ആളിക്കത്തുകയാണ്. ഇതിനിടയിൽ എവിടേക്കാണ് ഈ ഭരണകൂടം പോകാൻ സാധിക്കുക എന്നുള്ളതിനെക്കുറിച്ചുള്ള ആലോചനകൾ നടക്കുന്നു. എന്തായിരുന്നാലും ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു കലങ്ങിത്തെളിയൽ അതിനുള്ള ദിവസങ്ങൾ തന്നെയാണ് വരാനിരിക്കുന്നത് എന്ന് നമുക്ക് പറയേണ്ടി വരും. ശരിയാണ്. ബി കെ സുഹേൽ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പ്രക്ഷോഭത്തിന് പിന്നിൽ ഇസ്രായേലും ഒപ്പം തന്നെ അമേരിക്കയുടെയൊക്കെ കറുത്ത കരങ്ങൾ ഉണ്ട് എന്ന് വ്യക്തമാണ്. പല സംഭവങ്ങളും തെളിവുകൾ സഹിതം അത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നുമുണ്ട്. ഈ വലിയ തരത്തിലുള്ള ഒരു പ്രക്ഷോഭം അവിടെ ഇങ്ങനെ ആളിക്കത്തുകയാണ്. അത് അവിടെയാണ് നമുക്കൊരു ആശങ്കപ്പെടുത്തുന്നത്. കാരണം പശ്ചിമേഷ്യ യുദ്ധഭീതിയിലേക്ക് പോകുന്നു എന്നുള്ളൊരു ആശങ്ക അവിടെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പ്രധാനമായും എടുത്തു പറയേണ്ടത്.